വയനാട് ഉരുൾപൊട്ടലിൽ തിരച്ചിൽ തുടരുകയാണ്. ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 365 പേരുടെ മരണമാണ്. ഇനിയും 200-ലേറെ പേരെ കണ്ടെത്താനുണ്ടെന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം. ചാലിയാർ പുഴയിൽ ഇന്ന് നടത്തിയ പരിശോധനയിലും മൃതദേഹം കണ്ടെത്തി. അതിനിടെ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ കൂട്ടത്തോടെ പുത്തുമലയിലെത്തിച്ച് സംസ്കരിക്കുകയാണ്. 8 മൃതദേഹങ്ങളാണ് ഇന്ന് പുത്തുമലയിൽ സംസ്കരിക്കുക. സർവ്വമത പ്രാർത്ഥനയോടെയാണ് സംസ്കാരം നടത്തുക. ആകെ 34 മൃതദേഹങ്ങളാണ് തിരിച്ചറിയാനുള്ളത്. മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും തിരിച്ചറിയുന്നതിനുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്കായി ബന്ധുക്കളുടെ രക്തസാമ്പിൾ ശേഖരണവും തുടങ്ങി. വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം അർജുനിലേക്ക് പോകുന്നു. അർജുൻ, ഇപ്പോൾ ഏത് ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് തിരച്ചിൽ? അർജുനിലേക്ക് എത്താം. മിഥുനിലേക്ക് പോകുന്നു. മിഥുൻ, 365 മരണമാണ് ഇതുവരെ കണക്കുകൾ പ്രകാരം വരുന്നത്. ഇനിയും 200-ലേറെ പേരെ കണ്ടെത്താനുണ്ട്. തിരച്ചിൽ ഇപ്പോഴും നടക്കുകയാണോ? റഡാർ ഉപയോഗിച്ചുള്ള തിരച്ചിലുകളും നടക്കുന്നുണ്ടെന്നറിയാൻ സാധിക്കുന്നുണ്ട്. വിവരങ്ങൾ. രോഹിണി, രാവിലെ മുതൽ തന്നെ റഡാർ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. പല മേഖലകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. മുണ്ടക്കയായാലും പുഞ്ചിരിമൂട്ടമായാലും മറ്റു മേഖലകൾ, പ്രധാന കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ളവ കേന്ദ്രീകരിച്ചുകൊണ്ട് അത്യാധുനിക റഡാർ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന വ്യാപകമായി നടക്കുകയാണ്. ഇനി ഒരു 7 മണി വരെ തിരച്ചിൽ തുടർന്നു പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിക്കുക. പല മേഖലകൾ, ചൂരൽമലയുടെ വിവിധ മേഖലകളിൽ റഡാർ സംവിധാനം ഉപയോഗിച്ച് നേരത്തെ ഷിരൂരിൽ നടത്തിയ തെരച്ചിലിന് സമാനമായ രീതിയിൽ റഡാർ ഉപയോഗിച്ചുകൊണ്ട് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് തെരച്ചിൽ നടത്തിയിരുന്നു. നായ്ക്കളുടെ മനുഷ്യ ശരീരങ്ങൾ, മനുഷ്യ മൃതദേഹങ്ങൾ, മനുഷ്യ ശരീരത്തിന്റെ ഭാഗങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്ന നായ്ക്കളുടെ സഹായത്തോടു കൂടിയുള്ള തിരച്ചിൽ ഇന്നും നടത്തിയിരുന്നു. ഒപ്പം തന്നെ ചാലിയാർ പുഴയുടെ വിവിധ മേഖലകൾ, വിവിധ കൈവഴികൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധനകളും ഇന്ന് നടത്തിയിരുന്നു. ചാലിയാർ പുഴ അവസാനിക്കുന്ന വിവിധ വനമേഖലകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധനകളും ഇന്ന് നടക്കുന്നുണ്ട്. നിലമ്പൂരിന്റെയും പോത്തുങ്കലിന്റെയൊക്കെ വിവിധ മേഖലകളിലുള്ള വനപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണമാണ് ഇന്ന് നടന്നത്. സമാനമായ രീതിയിലുള്ള അന്വേഷണം കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായിരുന്നു. ഈ പ്രദേശങ്ങളിലുള്ള വനവാസികളുടെ ഉൾപ്പെടെയുള്ള സഹായത്തോടു കൂടിയാണ്, ഈ വനപ്രദേശങ്ങൾ കൃത്യമായി അറിയാവുന്ന ആളുകളുടെ സഹായത്തോടു കൂടിയുള്ള തിരച്ചിലാണ് ഇന്ന് ഈ വനപ്രദേശങ്ങളിലും നടത്തിയത്. ചാലിയാർ പുഴയുടെ ഇരു കരകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് വടം കെട്ടി അതിൽ വടം ഉപയോഗിച്ചുകൊണ്ട് പുഴയിലേക്ക് ഇറങ്ങിക്കൊണ്ടാണ് ഇന്ന് രക്ഷാപ്രവർത്തകർ ഈ ദൗത്യം നിറവേറ്റിയത്. ഒപ്പം തന്നെ ഇന്ന് ചാലിയാർ പുഴയിൽ ഈ തെരച്ചിൽ നടത്തുന്നതിനിടയിൽ ഏതാനും രക്ഷാപ്രവർത്തകർ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു സംഭവമുണ്ടായി. അവരെ രക്ഷപ്പെടുത്താനായി എന്നുള്ള അപകടം മുൻകൂടാതെ അവരെ തിരികെ കരയിൽ കയറ്റാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആശ്വാസകരമായ കാര്യവുമുണ്ട്. എന്തായാലും ഇന്ന് നടന്ന മുഴുവൻ രക്ഷാ ദൗത്യവുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലുകൾ, ഇനിയുള്ള നടപടികൾ ഏതു തരത്തിലായിരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിലയിരുത്തലുകൾ നടത്തുന്നതിനായി രക്ഷാദൗത്യം നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിക വിഭാഗത്തിന്റെ മേധാവികളും ഒപ്പം തന്നെ പോലീസ്, ഫയർഫോഴ്സ്, സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ എല്ലാ മേധാവികൾ ചേർന്ന് നടത്തുന്ന ഒരു യോഗം ഇന്ന് കളക്ടറേറ്റിൽ ചേരുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് മന്ത്രിസഭാ ഉപസമിതിയുടെ നേതൃത്വത്തിൽ ഈ യോഗം ചേരുന്നത്. 5 മന്ത്രിമാരടങ്ങുന്ന ഒരു മന്ത്രിസഭാ ഉപസമിതിയാണ് വയനാട് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്. രക്ഷാദൗത്യത്തിന് പ്രധാനമായും നേതൃത്വം നൽകുക, രക്ഷാദൗത്യത്തിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുക, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക തുടങ്ങി ഈ വയനാട് ദുരന്ത മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനാണ് മന്ത്രിമാരുടെ ഒരു ഉപസമിതി ഇന്ന് ഈ വയനാട്ടിൽ രൂപീകരിച്ചിരിക്കുന്നത്. ഈ ഉപസമിതിയുടെ നേതൃത്വത്തിലാണ് വൈകിട്ട് 6 മണിക്ക് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഈ സൈനിക മേധാവികളും ഒപ്പം തന്നെ ഫയർഫോഴ്സ്, അഗ്നിരക്ഷാസേന, പോലീസ്, വിവിധ സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ എല്ലാം മേധാവികൾ പങ്കെടുക്കുന്ന ഒരു അവലോകന യോഗം ചേരുന്നത്. രക്ഷാദൗത്യം അടുത്ത ദിവസങ്ങളിൽ ഏതു തരത്തിലാക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഈ അവലോകന യോഗത്തിൽ വിലയിരുത്തുന്നുണ്ട്. ഇതിന് തൊട്ടു മുൻപ് 5 മന്ത്രിമാരടങ്ങുന്ന മന്ത്രിസഭാ ഉപസമിതി മാധ്യമങ്ങളെ കാണുകയും ചെയ്തിരുന്നു. രക്ഷാദൗത്യം പുരോഗമിക്കുന്നു. അടുത്ത ദിവസങ്ങളിലും വളരെ വിപുലമായ രീതിയിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള വിപുലീകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് മന്ത്രിസഭാ ഉപസമിതി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. 220 മൃതദേഹങ്ങളാണ് ഇതുവരെ കിട്ടിയത്. ഇനിയും മൃതദേഹങ്ങൾ കിട്ടാനുണ്ട്. സർവ്വമത പ്രാർത്ഥനകളോടുകൂടി ഇന്ന് വൈകിട്ട് 7:30 പുത്തുമലയിൽ ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള കാര്യങ്ങൾ നടപ്പിലാക്കും. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഈ ഭാഗത്ത് നടപ്പാക്കിയിട്ടുണ്ട്. സർവ്വമത പ്രാർത്ഥനകളടക്കം കൂടി ഈ പുത്തുമലയിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള നടപടികളെല്ലാം പുത്തുമലയിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി 7:30 ഈ മേഖല ഇവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് സംസ്കാര ചടങ്ങുകൾ നടപ്പിലാക്കും. 8 മൃതദേഹങ്ങളാണ് ഇന്ന് സംസ്കാരം നടത്തുക. ബാക്കി ഉള്ളവ അടുത്ത ദിവസങ്ങളിലായി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത്. ഈ പുത്തുമലയിലും സമീപ പ്രദേശത്തുമുള്ള ഭൂമിയിൽ തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടത്തുക. എന്തായാലും വിവിധ ശരീരഭാഗങ്ങൾ തിരിച്ചറിയാനാകാത്ത ഒട്ടനവധി
നിരവധി ആളുകളുടെ മൃതദേഹങ്ങൾ കിട്ടുന്നുണ്ട്. ഇവർ ഏത് മനുഷ്യർ ആണ്, ആരൊക്കെയാണ്, ഈ കാണാതായവരിൽ ആരുടെയൊക്കെ മൃതദേഹ ഭാഗങ്ങളാണ് കിട്ടിയിരിക്കുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള DNA പരിശോധന നടത്തും. DNA പരിശോധനകൾ നടത്തുന്നതിനായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ഇവരുടെ കാണാതായവരുടെ ബന്ധുക്കളുടെ രക്തസാമ്പിളുകൾ സ്വീകരിച്ചതിന് ശേഷമായിരിക്കും ഈ DNA പരിശോധന പ്രായോഗിക തലത്തിൽ ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനുവേണ്ടി ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുടെ മാനസിക കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകിയതിനു ശേഷമായിരിക്കും കാണാതായ ആളുകളുടെ മൃതദേഹങ്ങൾ ആണ് എന്ന് ഉറപ്പുവരുത്തുന്നതിനായി DNA പരിശോധനയ്ക്കായി രക്തസാമ്പിളുകൾ സ്വീകരിക്കുക. അതിനുള്ള നടപടികളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വോളണ്ടിയർമാരെ ഈ പ്രശ്നബാധിത മേഖലകളിലേക്ക് കടത്തിവിടുന്നതുമായി ബന്ധപ്പെട്ട് ചില സമയങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് നടന്ന ഈ മന്ത്രിസഭ ഉപസമിതിയുടെ യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. 9 മണിവരെ 1500 പേരെ പ്രശ്നബാധിത മേഖലകളിലേക്ക് കടത്തിവിടാനാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് ബെയിലിപ്പാലത്തിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും അനുവാദമുണ്ട്. ഈ പ്രശ്നബാധിത മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നത് മുണ്ടക്കൈ, പുഞ്ചിരിവട്ടം അടക്കമുള്ള മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നത് അത് ഈ രക്ഷാദൗത്യത്തെ പ്രതികൂലമായി ബാധിക്കും. അപകടകരമായ അവസ്ഥ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. ഏത് സമയം വേണേലും അപകടം ഉണ്ടാകാവുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തുന്നത് തടയുന്നതിനുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാവിലെ 9 മണിവരെ 1500 ആളുകളെയാണ്, വോളണ്ടറിമാരെയാണ് ഇവിടേക്ക് കടത്തിവിടുക. കൃത്യമായ പേര് വിവരങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഉള്ള നടപടിയിലൂടെയായിരിക്കും ഇങ്ങനെയൊരു പ്രവേശനം അനുവദിക്കുക. ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട് അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് യാതൊരു തരത്തിലും ഇത്തരത്തിലുള്ള നടപടികൾ അടുത്ത ദിവസങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകാത്ത രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഈ മന്ത്രിസഭാ ഉപസമിതി അറിയിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായിട്ട് വിതരണം ചെയ്യുന്ന ഭക്ഷണം മാത്രം ഈ പ്രശ്നബാധിത മേഖലയിൽ രക്ഷാദൗത്യം നടത്തുന്നവർക്ക് നൽകിയാൽ മതി എന്നുള്ള ഒരു തീരുമാനം നേരത്തെ തന്നെ ഉണ്ടായതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉള്ളിലേക്ക് കൂടുതൽ ആളുകൾ സന്നദ്ധ സംഘടനകളൊക്കെ കൊണ്ടുവരുന്ന ഭക്ഷണം കടത്തിവിടേണ്ട എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായതെന്നുള്ള ഒരു കാര്യമാണ് മന്ത്രിസഭാ ഉപസമിതി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അറിയിച്ചത്. അതോടൊപ്പം തന്നെ ചില വിവാദങ്ങൾ, ചില നാണം കെടുത്തുന്ന സംഭവങ്ങളും ഈ മേഖലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. അത് മുണ്ടക്കൈ മേഖലയിലൊക്കെ രക്ഷാദൗത്യം നടത്തുന്നവരുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സാധന സാമഗ്രികൾ വ്യാപകമായി മോഷണം പോകുന്നു എന്നുള്ള ഒരു പരാതിയാണ് ഇന്ന് ഉയർന്നു വന്നത്. വിവിധ മേഖലകളിൽ അവർ രക്ഷാദൗത്യത്തിന് വേണ്ടി കൊണ്ടുവരുന്ന തൂമ്പയും മറ്റ് കൈക്കോട്ടും അടക്കമുള്ള കാര്യങ്ങൾ, സാധന സാമഗ്രികൾ, ഇവരുടെ ബാഗുകളിൽ നിന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ മോഷണം പോകുന്നു എന്നുള്ള പരാതി വ്യാപകമായി പോലീസിന് ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പോലീസ് ക്യാമ്പ് ചെയ്യാനുള്ള തീരുമാനവും ഉണ്ടാക്കിയിട്ടുണ്ട്. പോലീസ് അവിടെ ടെന്റ് സ്ഥാപിച്ച് ഈ മേഖലകളിൽ കൂടുതൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണം നടത്താനുള്ള തീരുമാനമുണ്ടായി. മന്ത്രിസഭാ ഉപസമിതിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ മന്ത്രിമാർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ ഈ കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. തീർത്തും നാണം കെടുത്തുന്ന, കേരളത്തിലെ ഉള്ള ആളുകൾക്ക് മാനഹാനി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. പുറം ലോകം അറിഞ്ഞാൽ എത്ര മോശപ്പെട്ട ആളുകളാണ് നമ്മൾ. ഈ ദുരന്തമുഖത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കുക എന്ന് പറയുന്നത്, നടക്കുക എന്ന് പറയുന്നത് തീർത്തും മോശകരമായ കാര്യമാണ് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് മന്ത്രിസഭ ഉപസമിതിയും പറഞ്ഞത്. എന്തായാലും ഇങ്ങനെ ചില സംഭവങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു. നാണം കെടുത്തുന്ന തരത്തിലുള്ള തല താഴ്ത്തി ലജ്ജിച്ചുകൊണ്ട് പറയേണ്ട ചില കാര്യങ്ങളും അവിടെ ഉണ്ടാകുന്നു എന്ന് പറയുന്നതും വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിലുകൾ ഊർജിതമായി തന്നെ നടക്കുകയാണ്. രാത്രിയോടുകൂടി ഇരുൾ വീഴുന്ന സമയം വരെയും തിരച്ചിൽ ഒന്നുണ്ടാകും. അതിനുശേഷം അടുത്ത ദിവസവും തിരച്ചിൽ തുടരും. എന്തായാലും 2-3 ദിവസം കൂടി തിരച്ചിൽ വ്യാപകമായി തന്നെ തുടരാനുള്ള സാധ്യതയുണ്ട്. ഏത് സമയത്തായിരിക്കും തിരച്ചിൽ അവസാനിപ്പിക്കുക എന്ന് തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാർ അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കുന്നതുവരെ തിരച്ചിൽ തുടർന്നു പോകാൻ തന്നെയാണ് നടപടികളാണ് മുന്നോട്ട് പോവുക. ഇനി തിരച്ചിൽ അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇനി കണ്ടെത്താനുള്ള ആളുകളെ കാണാതായ ആളുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി FIR രജിസ്റ്റർ ചെയ്ത് പിന്നീട് അവർ മരിച്ചു എന്നുള്ള ഒരു സ്ഥിരീകരണമാണ് സാധാരണ ദുരന്ത മുഖങ്ങളിലൊക്കെ, ദുരന്ത മേഖലകളിൽ നിന്നും ആളുകളെ കാണാതാവുമ്പോൾ ചെയ്യുക. ആ ഒരു രീതിയായിരിക്കും അവസാനം അവലംബിക്കാനുള്ള ഒരു നടപടിയായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക. അത് തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഏത് സമയത്താണ് ഈ ദൗത്യം അവസാനിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗികമായ തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതുവരെ വളരെ വിപുലമായ രീതിയിൽ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനുള്ള കാര്യങ്ങളുമായി ദൗത്യ സംഘം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇന്ന് സുരേഷ് ഗോപിയുടെ സന്ദർശനം ഈ മേഖലയിൽ ഉണ്ടായതും ആശ്വാസകരമായ ഒരു കാര്യമായി എടുത്തു പറയേണ്ടതാണ്. പല പ്രഖ്യാപനങ്ങളും പല നടപടികളും ഈ വയനാട്ടിന്റെ ദുരന്ത മേഖലയെ ചേർത്ത് പിടിക്കുന്നതിനാവശ്യമായ പല കാര്യങ്ങളും അദ്ദേഹം പറയുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുനരധിവാസവുമായി ബന്ധപ്പെട്ടതാണ്. ആളുകളെ പുനരധിവാസിപ്പിക്കുന്നതിന്
ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. കേന്ദ്രവും സംസ്ഥാന സർക്കാരും കൂടിയാലോചനകൾ നടത്തി വളരെ വേഗത്തിൽ തന്നെ ഇതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് ദുരിതബാധിത മേഖലകളും ദുരിതാശ്വാസ ക്യാമ്പുകളും ശ്മശാനങ്ങളും ഒക്കെ സന്ദർശിച്ചുകൊണ്ട് പറഞ്ഞത്. വിലയിരുത്തലുകൾ ഉണ്ട്. പല തരത്തിലുള്ള തീരുമാനങ്ങൾ ഈ പുനരധിവാസവുമായി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നുണ്ട്. അതിൽ പ്രായോഗികമായ ഒരു പദ്ധതി പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചനകൾ വേഗത്തിലാക്കി നടപ്പിലാക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ശാസ്ത്രം തോറ്റുപോകുന്ന തരത്തിലുള്ള, ശാസ്ത്രം തലതാഴ്ത്തുന്ന രീതിയിലുള്ള ഒരു ദുരന്തമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ പ്രശ്നബാധിത മേഖലകൾ സന്ദർശിച്ചുകൊണ്ട് അദ്ദേഹം വിലയിരുത്തൽ നടത്തുകയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, ഏകദേശം 2 മണിക്കൂറോളം പ്രതീക്ഷ നൽകിക്കൊണ്ട് തെർമൽ സ്കാനറിന്റെ ഒരു പരിശോധനയിൽ ജീവശ്വാസം മണ്ണിനടിയിലുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷ നൽകിയ കാര്യം. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ശാസ്ത്രം തലകുനിച്ചു പോകുന്ന, തോറ്റുപോകുന്ന സംഭവങ്ങൾക്ക് ഉദാഹരണമായി അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നമുക്കും എടുത്തു കാണിക്കാനുണ്ട്. പുനരധിവാസം, ഒപ്പം തന്നെ ഇവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ അതിജീവനത്തിനുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളുമെല്ലാമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടുകൂടി സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചനകൾ നടത്തിക്കൊണ്ട് വളരെ വേഗത്തിൽ തന്നെ നടപ്പാക്കുമെന്ന് തന്നെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് ഈ ദുരന്തബാധിത മേഖലകൾ സന്ദർശിച്ചുകൊണ്ട് പറഞ്ഞത്. ഒപ്പം ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി ഈ ദുരന്തമുണ്ടായി തൊട്ടടുത്ത സമയം മുതൽ തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. കൃത്യമായ വിവരങ്ങൾ പ്രധാനമന്ത്രിയെ ബോധിപ്പിക്കുന്നുണ്ടായിരുന്നു. ഈ പ്രശ്നബാധിത മേഖലയിലെ അവസ്ഥ, അതിന്റെ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് കൃത്യമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കി പ്രധാനമന്ത്രിക്ക് നൽകുന്നുണ്ടായിരുന്നു. ഈ 2 കേന്ദ്രമന്ത്രിമാരുടെയും കൃത്യമായ ഇടപെടലുകൾ, കൃത്യമായ വിവരശേഖരണം, കൃത്യമായ വിലയിരുത്തലുകളൊക്കെ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് അടിയന്തര നടപടി സ്വീകരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ കേന്ദ്രം കൂടെ കൈപിടിച്ചുകൊണ്ട്, കേരളത്തെ കൈപിടിച്ചുകൊണ്ട് ഉണ്ടാകുമെന്ന് തന്നെയുള്ള ഒരു ആശ്വാസകരമായ കാര്യമാണ് ഇന്ന് സുരേഷ് ഗോപി ഈ സന്ദർശനം നടത്തിയതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് പറയാൻ കഴിയുക. എന്തായാലും അടുത്ത ഘട്ടത്തിൽ ഇനി ഏത് സമയം വരെ ഈ തെരച്ചിൽ ഉണ്ടാകും എന്നുള്ള കാര്യം, ഏത് ദിവസം വരെ തെരച്ചിൽ ഉണ്ടാകുന്ന കാര്യം നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കില്ല. നമുക്ക് ഒരു ഊഹാപോഹം പോലും പറയാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ഒരുപാട് മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട്. സാഹചര്യത്തിലും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് തിരച്ചിൽ. 6ാം ദിനം പിന്നിട്ടിരിക്കുകയാണ്. മരണസംഖ്യ 365 ആയിരിക്കുന്നു.